back. Laws of motion plus 1 fifth chapter ആയ laws of motion ഏഴാമത്തെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. എന്താണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നോക്കാം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഫസ്റ്റ് ലോൻ്റെയും സെക്കൻഡ് ലോൻ്റെയും ഒക്കെ ബാക്കി തന്നെയാണ്. എന്താ നമുക്ക് നോക്കാം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ if there is no net external force on a body, then the total linear momentum of that body will be conserved. അങ്ങനെ പറഞ്ഞാൽ ഒരു ബോഡിയിലേക്ക് നെറ്റ് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് ഇല്ല എങ്കിൽ, അതായത് ഒരു ബോഡിയിലുള്ള എഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് നെറ്റ് എഫ് എക്സ്റ്റേണൽ 0 ആണെങ്കിൽ, ഓക്കെ, then the total linear momentum of that body or the linear momentum of that body will be conserved. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം മാറണമെങ്കിൽ, ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാകണം എന്ന് അത്രയേ ഉള്ളൂ. Okay, so what is law of conservation of linear momentum? If there is no net external force on a body, then the linear momentum of that body will be conserved. Okay, അതിൻ്റെ പ്രൂഫ് ഞാൻ പറയാൻ പോവാണ്. അതായത് നോക്കാം, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ എഫ് 0 ആണ്, അതായത് എം എ 0 ആണ്. എം എ എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഈ എം എ എന്ന് പറഞ്ഞാൽ. ഒരു ബോഡിയുടെ മാസ് ഇൻറ്റു ആ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതാണ് സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിച്ച കാര്യം. അപ്പോൾ ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? എം എ അല്ല എന്ന്. എം ഇൻറ്റു എ 0 ആണ് എന്ന്. എം എന്തായാലും 0 അല്ല, അപ്പോൾ എ എന്താണ്? 0 ആണ്. എ 0 എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്ന്. വെലോസിറ്റി ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല. സോ മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത്രയുള്ള സംഭവം. ഓക്കെ, നൗ ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറയാൻ പോവാണ്. പ്രൂഫ് ബേസ്ഡ് ഓൺ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോൻ്റെ ബേസിസിൽ ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറയുകയാണ്. വി നോ ദാറ്റ് എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എന്താണത്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് എന്ന് സെക്കൻഡ് ലോ പ്രകാരം. ഓക്കെ, നൗ ഇഫ് ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നല്ലേ പറഞ്ഞ്, അപ്പോൾ എഫ് എക്സ്റ്റേണൽ എന്താ? ഈ എഫ് എക്സ്റ്റേണൽ ആണല്ലോ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് സംഭവം. അതെന്താ? 0. ദെൻ വാട്ട് ഈസ് ഡി പി ബൈ ഡി ടി? അത് 0 ആവണം. ഒരു ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ടി 0 ആയാൽ ഈ പി എന്താവണം? കോൺസ്റ്റൻറ്റ്. ആരെ ഡെറിവേറ്റീവ് ആണ് 0 വരല്? കോൺസ്റ്റൻറ്റുകളുടെ ഡെറിവേറ്റീവ് ആണ് എന്ത് വരല്? 0 വരല്. സോ പി എന്തായിരിക്കണം? പി ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. എന്നാലേ പിൻ്റെ ഡെറിവേറ്റീവ് എന്താവുള്ളൂ? 0 ആവുള്ളൂ. അപ്പോൾ ഇഫ് ദർ ഇസ് നോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, the momentum of the body will be conserved or a constant. അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണിത്. ഏത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ തിയറി ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഒരു ബോഡിയിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡിയുടെ മൊമെൻറ്റം മാറില്ല. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് തന്നെ തേർഡ് ലോൻ്റെ ബേസിസിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതാ പ്രൂഫ് ബേസ്ഡ് ഓൺ തേർഡ് ലോ. പ്രൂഫ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, തേർഡ് ലോൻ്റെ ബേസിൽ ഇതാ m1 മാസ്സുള്ള ഒരു ബോഡി u1 വെലോസിറ്റിയിലും m2 മാസ്സുള്ള മറ്റൊരു ബോഡി u2 വെലോസിറ്റിയിൽ വന്ന് കൂട്ടിമുട്ടി. പിന്നെ അവർ കൂട്ടിമുട്ടിയതിനു ശേഷം v1 വെലോസിറ്റിയിലും m2 മാസ്സുള്ള ബോഡി v2 വെലോസിറ്റിയിലും പോകുന്നു. ഇത് ബിഫോർ കൊളീഷൻ, ഇത് ഡ്യൂറിങ് കൊളീഷൻ, ഇത് ആഫ്റ്റർ കൊളീഷൻ. സോ ഈ കൊളീഷന് മുൻപുള്ള ടോട്ടൽ മൊമെൻ്റ് എന്തായിരിക്കും? m1 u1 ഇതിൻ്റെ മൊമെൻറ്റം, m2 u2 ഇതിൻ്റെ മൊമെൻറ്റം. സോ വാട്ട് ഈസ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ? m1 u1 പ്ലസ് m2 u2. രണ്ട് മൊമെൻറ്റും അലോങ് പോസിറ്റീവ് എക്സ് ആയതുകൊണ്ട് നേരെ ആഡ് ചെയ്താൽ മതി. മൊമെൻറ്റം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷെ ഇത് രണ്ടും എന്താണ്? u1 u2 ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നേരെ ആഡ് ചെയ്താൽ മതി. സോ m1 u1
പ്ലസ് m2u2 ആണ് ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെൻറ്റം. ഇനി ഈ സിസ്റ്റത്തിൻ്റെ ഇതാണ് സിസ്റ്റം എന്താ അവിടെ m1 m2 ഈ രണ്ട് ബോഡി എൻ്റെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ ബോഡി കൂട്ടിമുട്ടി പോയി ഇതാ ഇങ്ങനെ പോണ സമയത്ത് m1 v1 അതിൻ്റെ മൊമെൻറ്റം, m2 v2 ഇതിൻ്റെ മൊമെൻറ്റം. സോ m1 v1 പ്ലസ് m2 v2 ആണെന്ത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഒരു സിംഗിൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം, ഒരു സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാം. എങ്ങനെ പറയാം? അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്താവണം? കൺസേർവ്ഡ് ആവണം. ഓക്കെ, നൗ ഇവരിങ്ങനെ മൂവ് ചെയ്ത് കൂട്ടിമുട്ടി പോവാണ്. ഈ കൊളീഷൻ പ്രോസസ്സ് ഈ കൊളീഷൻ പ്രോസസ്സിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ബോഡി അപ്പോൾ തന്നെ തിരിച്ചും ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് റിയാക്ഷൻ ആയിട്ട്. ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, അത് ഇൻറ്റേർണൽ ഫോഴ്സാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലെ മെമ്പേഴ്സാണ് ഈ m1 m2 മാസ് രണ്ട് ബോഡീസ്. ആ രണ്ട് ബോഡികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഫോഴ്സുകളെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാൻ പാടില്ല? പുറമേ നിന്നുള്ള ഫോഴ്സായി പരിഗണിക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സായി പരിഗണിക്കാൻ പാടില്ല എന്ന് അവരെന്തായി പരിഗണിക്കണം? ഇൻറ്റേർണൽ ഫോഴ്സ് ആയിട്ട് പരിഗണിക്കണം. അപ്പോൾ ഇവിടെ കൊളീഷൻ പ്രോസസ്സിൽ വരുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. നൗ ഈ ഫസ്റ്റ് ബോഡിക്ക് ഞാൻ ഇതിനെ ബോഡി എ, ഇത് ബോഡി ബി. This is A and this body is B. This body A and this body is B. Now നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയാണ്, ഇവർ കൂട്ടിമുട്ടുന്ന സമയത്ത് എ എന്ന ബോഡി ബിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ബി എന്ന ബോഡി അപ്പോൾ തിരിച്ച് എയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അക്കോർഡിംഗ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ എ ബിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബി എന്ത് ചെയ്യും? തിരിച്ച് അതേ ഫോഴ്സ് എന്ത് ചെയ്യും? എയിലേക്കും അപ്ലൈ ചെയ്യും. അപ്പോൾ നോക്കാം, എഫ് എ ബി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ആയിക്കോട്ടെ. എ ബിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എ ബിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെ പറഞ്ഞാൽ ആർക്ക് കിട്ടുന്ന ഫോഴ്സാണ്? ബി എന്ന ബോഡിക്ക് കിട്ടുന്ന ഫോഴ്സാണ്. എ ബിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം എന്താ? ബിക്ക് കിട്ടുന്ന ഫോഴ്സാണ്. ബിക്ക് കിട്ടുന്ന ഫോഴ്സ് എങ്ങനെ കാണാം? ബിക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബി എന്ന ബോഡിയുടെ മാസ് ഇൻറ്റു ബി എന്ന ബോഡിയുടെ ആക്സിലറേഷൻ. സോ ഞാൻ ഇതാണ് ബി എന്ന ബോഡിയുടെ മാസ് m2 ആണ് ഇൻറ്റു ബി എന്ന ബോഡിയുടെ ആക്സിലറേഷൻ അല്ലേ. ഈ കൊളീഷൻ്റെ ടൈം ഡ്യൂറേഷൻ ഡെൽറ്റ ടി ആയിക്കോട്ടെ. അപ്പോൾ ഡെൽറ്റ ടി ടൈം കൊണ്ടാണ് ബി എന്ന ബോഡിയുടെ വെലോസിറ്റി u2-ൽ നിന്ന് v2-ലേക്ക് മാറിയത്. സോ വാട്ട് വിൽ ബി ദ ആക്സിലറേഷൻ ഓഫ് ദിസ് ബോഡി ബി? The acceleration of this body B will be v2 minus u2 divided by delta t. Hope you understand this one. Okay, now what is FBA? എന്താ FBA എന്ന് പറഞ്ഞാൽ? FBA എന്ന് പറഞ്ഞാൽ ബി എയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി ആണ്. സോ ബി എയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? എക്ക് കിട്ടുന്ന ഫോഴ്സാണ്. എയുടെ മുകളിൽ കിട്ടുന്ന ഫോഴ്സ് പറഞ്ഞാൽ എന്താ? എ എന്ന ബോഡിയുടെ മാസ് ഇൻറ്റു എ എന്ന ബോഡിയുടെ ആക്സിലറേഷൻ. സോ എ എന്ന ബോഡിയുടെ മാസ് m1 ആണ് ഇൻറ്റു എ എന്ന ബോഡിയുടെ ആക്സിലറേഷൻ എന്താ? എ എന്ന ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്ക് ആണ്. സോ എന്ത് വരും? ഇൻറ്റു v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആണ്. സോ എഫ് എ ബി ഷുഡ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു എഫ് ബി എ. ഈ നെഗറ്റീവ് എന്താ? ഓപ്പോസിറ്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നൗ എന്ത് വരും? എഫ് എ ബി എന്താ? m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ ഡെൽറ്റ ടി. രണ്ടും കട്ടായി പോയി. ബാക്കി എന്താ ഉള്ളത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ m2 v2 മൈനസ് m2 u2 ഇസ് ഈക്വൽ ടു മൈനസ് m1 v1 പിന്നെ മൈനസ് മൈനസ് പ്ലസ് പ്ലസ് m1 u1. ഓക്കെ, നൗ യു ഒക്കെ ഒരു ഭാഗത്തേക്കും വി ഉള്ളൊക്കെ ഒരു ഭാഗത്തേക്കും എടുക്കുകയാണെങ്കിൽ ഈ മൈനസ് m2 u2 ഇങ്ങോട്ടേക്കും മൈനസ് m1 v1 ഇങ്ങോട്ടേക്കും എടുത്താൽ m2 v2 പ്ലസ് m1 v1 ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2. ഓക്കെ, ഇത് ഓർഡറിലാക്കി എഴുതുകയാണെങ്കിൽ ഇത് ആദ്യം ഇത് രണ്ടാമതാക്കി എഴുതുകയാണെങ്കിൽ m1 u1 പ്ലസ് m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2.
ഇതാണ് ഇക്വേഷൻ വരിക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ കൊളീഷന് മുൻപുള്ള ടോട്ടൽ മൊമെൻ്റ് ആണ്. ഇതെന്താ കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻ്റ് ആണ്. അത് കൺസേർവ്ഡ് ആയല്ലോ, ഈക്വൽ ആയല്ലോ. ഓക്കെ, സോ ഇവിടെ എന്ത് ഫോഴ്സ് വരാത്തത് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഈ ഒരു പ്രോസസ്സിൽ വന്നിട്ടേ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കൺസേർവ് ചെയ്യപ്പെട്ടു. സോ എക്സ്റ്റേണൽ ഫോഴ്സ് വരാത്തത് കൊണ്ട് മൊമെൻറ്റത്തിൽ എന്തുണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല, ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ പ്രൂഫാണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോൻ്റെ ബേസിസിലുള്ള എന്തിൻ്റെ പ്രൂഫാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ പ്രൂഫാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നീങ്ങാൻ പോവാണ് റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ വെലോസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നൗ റീകോയിൽ ഓഫ് ഗണ്ണിൽ ഒരു ഗണ്ണിൻ്റെ ഫയറിംഗ് പ്രോസസ്സ് എങ്ങനെ നടക്കുക എന്നുള്ള ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഗണ്ണിൽ ബുള്ളറ്റ് കയറ്റിയിട്ട് ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ബുള്ളറ്റ് അതിൻ്റെ കമ്പഷൻ ചേമ്പറിലേക്ക് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ട്രിഗർ ഈ ട്രിഗർ വലിക്കുന്ന സമയത്ത് ഈ ബുള്ളറ്റിൻ്റെ ബാക്കിൽ ഒരു നോബ് ഉണ്ടാവും. അതിൻ്റെ ബാക്കിൽ പോയി ഒരൊറ്റ സ്ട്രൈക്ക് ചെയ്യും, ഒരു പിൻ പോലത്തെ സംഭവം പോയി ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്കിൽ ഈ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് മെറ്റാലിക് പാർട്ട്, അതിൻ്റെ ബാക്കിലുള്ള മെറ്റാലിക് കേസിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോസീവ് ആയിരിക്കും. എന്താ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നായിട്ട് പോവില്ല, അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അതായത് ഇതാണ് പുറത്ത് പോകുന്ന മെറ്റാലിക് പാർട്ട് എങ്കിൽ ഇതാണ് പുറത്ത് പോകുന്ന മെറ്റാലിക് പാർട്ട് എങ്കിൽ ബാക്കി കംപ്ലീറ്റ് എന്താ എക്സ്പ്ലോസീവ് ആയിരിക്കും. ഈ എക്സ്പ്ലോസീവിൻ്റെ ബാക്കിൽ ചെറിയ നോബുണ്ട്, അതിൻ്റെ ബാക്ക് വന്നിട്ട് ഒരു ട്രിഗർ വലിക്കുന്ന സമയത്ത് സാധനം അതിൻ്റെ ബാക്കിൽ അങ്ങ് ഇടിക്കും. ആ ഇടിയിൽ ഈ ഭാഗത്തുള്ള എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പ്ലോഷൻ്റെ പവറിൽ ഈ ബുള്ളറ്റ് എന്ത് ചെയ്യും, എക്സ്പ്ലോഷൻ്റെ പവറിൽ ഈ ബുള്ളറ്റ് ഇങ്ങനെ തെറിച്ചിങ്ങനെ അങ്ങ് പോകും. അത് പോകുന്നത് നമ്മളുടെ ആ ഒരു ഗൈഡിങ് ഇതുണ്ടാവും, ട്യൂബ് ഉണ്ടാവും. ഇത് കോയലല്ലേ, ഈ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയുള്ളൂ. കാരണം ബുള്ളറ്റിന് പോകാൻ ആകെ ആ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ബുള്ളറ്റ് ആ ഗൈഡിങ് ട്യൂബിനുള്ളിൽ കൂടെ അങ്ങ് പോകുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിൽ നേരെ അങ്ങ് പോകും ബുള്ളറ്റ്. ഇതതിൻ്റെ പ്രോസസ്സ്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു എക്സ്പ്ലോഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത്. എയർ ഗണ്ണിൻ്റെ പ്രിൻസിപ്പിൾ വേറെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ട്രിഗർ വലിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്, നമ്മൾ ആ ട്രിഗർ വലിക്കുന്ന ആ ഒരു ഫോഴ്സിലല്ല ബുള്ളറ്റ് പോണത്. ട്രിഗർ വലിക്കുമ്പോൾ അതിനുള്ള എക്സ്പ്ലോഷൻ നടക്കാൻ ചെറിയ ഇഗ്നിഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ട്രിഗർ വലിക്കുന്നതിലൂടെ ചെയ്യുന്നത്. സംഭവം ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ബുള്ളറ്റ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോഴ്സ് വരുന്നില്ല, എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സും വരുന്നില്ല. അവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ കെമിക്കൽ എനർജിയിൽ നിന്നും വരുന്ന ഫോഴ്സാണ് എന്ത്, കെമിക്കൽ എനർജി അത് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സാണ് എന്ത്, ആ ഫോഴ്സിലാണ് ബുള്ളറ്റ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പ്ലോഷൻ പ്രോസസ്സ്, അതിനിപ്പോൾ ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിലും അതേപോലെ ഗണ്ണിൻ്റെ ഉള്ളിൽ നിന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെങ്കിലും ആ ഫയറിങ്ങിൽ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട് ഉള്ളിൽ വെച്ചിട്ട്. ആ എക്സ്പ്ലോഷൻ ആയാലും അവിടെ ഒക്കെ എംപ്ലോയ് ചെയ്യുന്ന എന്തല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, അതൊക്കെ ഇൻറ്റേർണൽ ഫോഴ്സാണ്. അത് എപ്പോഴും മെമ്മറി വേണം. ഓക്കെ, നൗ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗണ്ണ് നമ്മളിപ്പം ഒരു ഗണ്ണ് വെച്ച് ഇത് ഫയർ ചെയ്യുകയാണെങ്കിൽ ഗണ്ണ് കൊണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണൊന്ന് ബാക്കിലേക്ക് റീകോയിൽ ചെയ്യും. ഓക്കെ, ആ ഗണ്ണ് ബാക്കിലേക്ക് അടിക്കുന്ന ആ റീകോയിൽ വെലോസിറ്റി നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇതാണ് ഒരു ബുള്ളറ്റ് ഗൺ സിസ്റ്റം. ഇത് ബിഫോർ ഫയറിംഗ് ആണ്, വെടിവെക്കുന്നതിന് മുൻപാണ്. ഇത് വെടിവെച്ചതിന് ശേഷമാണ്. അപ്പോൾ ഫയറിംഗ് പ്രോസസ്സിന് മുൻപ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്താണോ ആ മൊമെൻറ്റം തന്നെ അവൻ്റെ ഫയറിങ്ങിന് ശേഷവും. എന്താ കാരണം, ഫയറിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ എന്ത് ഫോഴ്സ് വരുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ എന്തിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല, ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റത്തിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദിസ് സിസ്റ്റം ബിഫോർ ഫയറിംഗ്? ബിഫോർ ഫയറിംഗ് P before firing is equal to mass of gun capital M ആണ് into ഗണ്ണിൻ്റെ വെലോസിറ്റി ബിഫോർ ഫയറിംഗിൽ എന്താ 0 പ്ലസ് മാസ് ഓഫ് ബുള്ളറ്റ് സ്മോൾ m ആയിക്കോട്ടെ into എന്താ മാസ് ഓഫ് ബുള്ളറ്റ് ആഫ്റ്റർ ഫയറിംഗ് 0 ആണ്. ആഫ്റ്റർ അല്ല, ബിഫോർ ഫയറിംഗ് എന്താ 0 ആണ്. കാരണം ബുള്ളറ്റ് നീങ്ങുന്നില്ല, ഗണ്ണും നീങ്ങുന്നില്ല. സോ വാട്ട് ഈസ് ദ ആൻസർ? 0 plus 0, answer is 0. So what is the total momentum of this system before firing? 0. Okay, now what will be total momentum after firing of this gun? ബുള്ളറ്റും നീങ്ങുന്നുണ്ട്, ഗണ്ണും നീങ്ങുന്നുണ്ട്. ബുള്ളറ്റിന് മാസ് ഉണ്ട്, ഗണ്ണിന് മാസ് ഉണ്ട്. സോ ബുള്ളറ്റിൻ്റെ ഇൻഡിവിജ്വൽ മൊമെൻറ്റം എന്തല്ല, 0 അല്ല. ഗണ്ണിൻ്റെ ഇൻഡിവിജ്വൽ മൊമെൻറ്റം എന്തല്ല, 0 അല്ല. നമുക്കൊന്ന് എഴുതി നോക്കാം. സോ വിൽ ബി ഈക്വൽ ടു
ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി അല്ലേ ഗണ്ണിൻ്റെ മൊമെൻറ്റം. എമ്മും 0 അല്ല വിയും 0 അല്ല. പ്ലസ് സ്മോൾ എം ഇൻറ്റു സ്മോൾ വി അല്ലേ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം ആണ്. ബട്ട് നമ്മൾ പറഞ്ഞത് പ്രകാരം ദർ ഈസ് നോ നെറ്റ് എക്സ്റ്റേർണൽ ഫോഴ്സ് ഓൺ ദീസ് സിസ്റ്റം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ് പി ആഫ്റ്റർ ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു മൊമെൻറ്റം ബിഫോർ ഫയറിംഗ്. ആഫ്റ്റർ ഫയറിംഗ് എന്താണ്? എം വി പ്ലസ് എം വി അല്ലേ? അതെന്താ ബിഫോർ ഫയറിംഗ് 0 ആണ്. അപ്പോൾ ഈ മൊമെൻറ്റം എന്താവണമെന്ന് 0 ആവണം. ഓക്കെ, നൗ ഫ്രം ദിസ് വാട്ട് ഈസ് ക്യാപിറ്റൽ എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു സ്മോൾ വി അല്ലേ വരിക? ഫ്രം ദിസ് വാട്ട് ഈസ് വി മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റീനെ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി ആണിത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി കൺസെപ്ച്വലി ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് മൊമെൻറ്റം ഗണ്ണിൻ്റെ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് എന്താണ്? 0 ആണ്. ആഫ്റ്റർ ഫയറിങ്ങും 0 ആവണം. അപ്പം ബുള്ളറ്റ് അങ്ങോട്ടേക്ക് വെലോസിറ്റി പോകുമ്പോൾ ബുള്ളറ്റിന് എന്തുണ്ട്? ഒരു മൊമെൻ്റ് ഉണ്ട്. അത് ആ ഭാഗത്തേക്കാണ്. അപ്പോൾ ആ മൊമെൻ്റത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗണ്ണ് ബാക്കിലേക്ക് മൊമെൻ്റത്തിൽ പോയാൽ പോരെ? അപ്പോൾ ഈ മൊമെൻറ്റവും ആ മൊമെൻറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? 0 ആവും. അപ്പോൾ ഈ മൊമെൻറ്റും എന്താവണം? ഈക്വൽ ആവണം. എന്നാലേ എന്താവുള്ളൂ? 0 ആവുള്ളൂ. അതല്ലേ ഇവിടെ വന്ന സംഭവം. എം വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി. ഗണ്ണിൻ്റെ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം. അപ്പോൾ എന്താ മീനിങ്? എന്താ? ഗണ്ണിൻ്റെ മൊമെൻറ്റം ബുള്ളറ്റിൻ്റെ മൊമെൻറ്റത്തിന് ഈക്വൽ ആവണം, ഓപ്പോസിറ്റ് ആവണം. അങ്ങനെയാണ് സംഭവിക്കുന്നത് ശരിക്കും. സോ അങ്ങനെ ഗണ്ണ് ബാക്കിലേക്ക് അടിക്കുന്നത്. ആ വെലോസിറ്റിയാണ് റീക്വൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. അതെങ്ങനെ കാണാം? ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഗണ്ണിൻ്റെ മാസ് ചെയ്താൽ മതി. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. നൗ നമുക്ക് ഒരു പെർഫെക്റ്റ് ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഈ റീകോയിൽ വെലോസിറ്റി കുറവുള്ള ഗണ്ണായിരിക്കും എന്ത്? ഒരു പെർഫെക്റ്റ് ഗണ്ണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണ് കുറക്കാൻ പറ്റും? ഈ വി എങ്ങനെ കുറക്കാൻ പറ്റും എന്ന്? ഈ വി കുറക്കണമെങ്കിൽ ഒന്നുകിൽ ഈ എം കുറയണം. എം കുറക്കൽ പോസിബിൾ ആണോ? ബുള്ളറ്റിൻ്റെ മാസ് കുറച്ചാൽ ബുള്ളറ്റ് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ബുള്ളറ്റിൻ്റെ മാസ് ഒരു പരിധിയും കുറക്കാൻ പറ്റില്ല. ഓക്കെ, നൗ പിന്നെ ഈ വി കുറക്കണം. വി പറഞ്ഞാൽ എന്താ? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി കുറക്കണമെന്ന്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി കുറച്ചാൽ അധികം ലോങ് റേഞ്ചിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിയും കുറക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്താ? ഈ ക്യാപിറ്റൽ എം കൂട്ടുക എന്നുള്ളതാണ്. ഈ ക്യാപിറ്റൽ എം കൂട്ടിയാലും വി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ മാസ്. അപ്പോൾ ഗണ്ണിൻ്റെ മാസ് കൂട്ടി കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഗണ്ണിൻ്റെ മാസ് കൂട്ടിയാൽ റീകോയിൽ വെലോസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അപ്പോൾ നല്ല ഹെവി ഗണ്ണുകളൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? റീകോയിൽ വെലോസിറ്റി കുറക്കാൻ വേണ്ടിയാണ് മാസ് ഓഫ് ഗൺ ഇൻക്രീസ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. സോ ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താ അറിയും? ഈ നെഗറ്റീവിൻ്റെ മീനിങ് ഈ വെലോസിറ്റി വെക്ടറിന് ഓപ്പോസിറ്റ് ആണെന്ന് അല്ലേ? ഇതെന്താ? ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്. ഇതെന്താ? ഗണ്ണിൻ്റെ വെലോസിറ്റി. രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അതാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഓക്കെ, ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. റീകോയിൽ ഓഫ് ഗണ്ണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Target Educational Institution, Abhilash Junction, Mukkam.